ഹരിഃ ഓം. ഏഴാമത്തെ ശ്ലോകം. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവ ഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിതാ മയാ നൈവം അദ്യാഭിജാനേ नो चेत् जीवाः कथं वा मधुरतरमिदं त्वद् वपुः चिद् रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरस सुताम्भोधिपूरे രമേരൻ. ഇതെങ്ങനെയാണ് നമ്മൾ പദം മുറിക്കുക നോക്കാലോ. കഷ്ടാ തേ സൃഷ്ടി ചേഷ്ട ബഹുതര ഭവ ഖേദാവഹ ജീവഭാജാം. ഇതില് പദം ഒന്നും മുറിക്കാനില്ല. കഷ്ടാ തേ സൃഷ്ടി ചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. ഇവിടെ ഇത്യേവം, ഇതി ഏവം, അതാണ് ഇത്യേവം. പിന്നെ പൂർവമാലോചിതമജിത എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. പൂർവം ആലോചിതം അജിത. അജിത എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റാത്തവൻ എന്നർത്ഥം. മജിത എന്ന് വായിച്ചാൽ അത് തെറ്റാണ്. അപ്പോ ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. ഏവം അദ്യാഭിജാനേ, അതാണ് നൈവം അദ്യാഭിജാനേ. നൈവമദ്യാഭിജാനേ. ഒന്നിച്ചും വായിക്കാം. പദങ്ങൾ മുറിച്ച് വായിക്കുമ്പോൾ എളുപ്പമാണ് വായിക്കാൻ, വളരെ രസത്തോടുകൂടി വായിച്ചു പോവാനും പറ്റും. അപ്പൊ നൈവം അദ്യാഭിജാനേ നോ ചേത് ജീവാഹ കഥം വാ മധുരതരമിദം ത്വത് വപുഃ ചിത് രസാർദ്രം. ഇങ്ങനെ വായിക്കണം മുറിച്ച് വായിക്കുമ്പോൾ. നോ ചേ ജീവ, ജീവ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വായിക്കാം. അല്ലെങ്കിൽ അത് പദം മുറിക്കുമ്പോൾ നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇദം, അതാണ് മധുരതരം ഇദം എന്ന് എഴുതിയിട്ടുള്ളത്. ത്വദ്വപുശ്ചിദ്രസാർദ്രം എന്ന് എഴുതിയിട്ടുണ്ട്. അതില് ത്വത് വപുഃ ചിത് രസാർദ്രം, അങ്ങനെയാണ് പദം മുറിച്ച് വായിക്കുക. ത്വത് വപുഃ എന്ന് പറഞ്ഞാല് അങ്ങയുടെ ശരീരം എന്നാണ് അർത്ഥം. ചിത് രസാർദ്രം, അങ്ങയുടെ ആ സുന്ദര രൂപം, ചിത്തമുണ്ടല്ലോ, അത് രസാർദ്രമായി തീരും. നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുതാംഭോധിപൂരേ രമേരൻ. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ. നോ ചേത് ജീവാഃ കഥം വാ മധുരതരമിദം ത്വത് വപുഃ ചിത് രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമരസ സുധാംഭോതിപൂരേ രമേരൻ. ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം നമുക്ക്. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയാണ്, ഏ മഹാപ്രഭുവായ ഗുരുവായൂരപ്പ, അങ്ങയുടെ സൃഷ്ടി വ്യാപാരമുണ്ടല്ലോ, വളരെ കഷ്ടമാണെന്ന് പൂർവത്തിൽ അസുഖം വന്നിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചിരുന്നു, ഗുരുവായൂരപ്പ ഇങ്ങനെയൊക്കെ സൃഷ്ടി ചെയ്താൽ ബുദ്ധിമുട്ടല്ലേ ഗുരുവായൂരപ്പ എന്ന് ആലോചിച്ചു. പക്ഷേ ഇപ്പോ ഞാനത് തിരുത്തി. എന്താ കാരണം എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഒരു അസുഖം എനിക്ക് വന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാനും അതുപോലെ ചെവി കൊണ്ട് അങ്ങയുടെ മധുരമായിട്ടുള്ള ഈ കഥകളെ കേൾക്കാനും ഉള്ള ഒരു ഭാഗ്യം, മഹാഭാഗ്യം ഈ ശരീരങ്ങൾക്ക് ഉണ്ടാവുമോ ഗുരുവായൂരപ്പ എന്നാണ് ചോദിക്കുന്നത്. നേത്രങ്ങൾക്കും അതുപോലെ ശ്രോത്രങ്ങൾക്കും, ശ്രോത്രം പറഞ്ഞ കാത്, പരമാനന്ദമാകുന്ന അമൃതസരസിന്റെ തിരമാലകളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക. എങ്ങനെയാണ് ഇങ്ങനെ ആഹ്ലാദിക്കുക എന്നാണ് ചോദിക്കുന്നത് ഭട്ടതിരിപ്പാട്. അത്രയും മധുരമല്ലേ ഗുരുവായൂരപ്പ അങ്ങയുടെ ശരീരം എന്ന് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം, 8ാമത്തെ. നമ്രാണാം സന്നിധൽസേ സതതമപി പുരൈസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്താൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥം അർത്ഥി പ്രജോയം. ഇതെങ്ങനെയാണ് പദം മുറിച്ച് വായിക്കുക അത് നോക്കാം നമുക്ക്. നമ്രാണാം സന്നിധൽസേ സതതം അപി, അതാണ് സതതം അപി. പുരഹ തൈഹി അനഭ്യർത്ഥിതാൻ അപി, അങ്ങനെയാണ് അത്രേ പദം മുറിച്ച് വായിക്കേണ്ടത്. നല്ലപോലെ സംസ്കൃതം പഠിച്ചവരൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. നമ്രാണാം സന്നിധൽസേ സതതം അപി പുരഹ തൈഹി അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം, അതാണ് കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. നമ്രാണാം സന്നിധൽസേ സതതം അപി പുരസ്തൈർ അനഭ്യർത്ഥിതാനഭ്യർത്താൻ എന്നാണല്ലോ ഉള്ളത് അല്ലേ. അപ്പൊ പുരഹ ഇസ്ത എന്നുള്ളത് തൈ ആവും. തൈഹി അനഭ്യർത്ഥിതാൻ അപി, അഭ്യർത്ഥാൻ എന്നുള്ളത് അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി വ്രജോയം. അങ്ങനെയാണ് പദം മുറിക്കുക. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി വ്രജോയം. ഇതിന്റെ അർത്ഥമൊന്ന് നോക്കാം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്നവർക്ക് അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. ഹേ ഗുരുവായൂരപ്പ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്.
അങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ പലതും നമ്മൾ ഭഗവാനോട് പറയും അല്ലേ, എൻ്റെ ആഗ്രഹം ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ്, വീണ്ടും ഒരു ലിസ്റ്റാ ഭഗവാന്റെ കൊടുക്കുക. ഭട്ടതിരിപ്പാട് പറയുന്നു, നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഭഗവാൻ എല്ലാവരുടെ അഭീഷ്ടങ്ങളെ മുഴുവനും ആഗ്രഹങ്ങളെ മുഴുവനും സാധിപ്പിച്ചു തരും. മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിച്ച, പരമാനന്ദം അങ്ങേയറ്റം പരമാനന്ദക്കടലിൽ മുക്കിത്തരും, മോക്ഷത്തെയും തരും. എപ്പോഴാണ്? എപ്പോഴും എന്നാ പറയുന്നത്. ഏത് ദേശ കാലാവസ്ഥയിലാണെങ്കിലും ശരി, ഹേ ഗുരുവായൂരപ്പ എന്ന് മാത്രം വിളിച്ചാൽ മതി, ആ ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും. നമ്മൾ ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും തരുകയും ചെയ്യും. മാത്രമല്ല പരമാനന്ദ സമുദ്രമാകുന്ന മോക്ഷപ്രാപ്തിയും നമുക്ക് തരും. അവിടുന്ന് ഇതരസി എന്ന് പറഞ്ഞ ദാനം ചെയ്യുന്നു ആണ് പറയുന്നത്. ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേത്വം മഹാവിഷ്ണു, ശ്രീ മഹാവിഷ്ണു അവിടുന്ന്, ഹേ ഗുരുവായൂരപ്പ അവിടുന്ന് ഏവർക്കും അവധിയില്ലാത്ത ഫലങ്ങളുള്ള ആ സാക്ഷാൽ കൽപ്പവൃക്ഷം തന്നെയാണ്. ഗുരുവായൂരപ്പനാണ് ഇവിടുത്തെ കൽപ്പകവൃക്ഷം എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്ദ്രന്റെ തോട്ടത്തിൽ സ്വർഗത്തിൽ ഒരു കൽപ്പകവൃക്ഷമുണ്ട്, ആ കൽപ്പവൃക്ഷം ചോദിച്ചൊക്കെ തരും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഗുരുവായൂരപ്പനാവുന്ന കൽപ്പവൃക്ഷമുണ്ടല്ലോ, ചോദിച്ചതും തരും ചോദിക്കാത്തതും തരും, അവസാനം മോക്ഷപ്രാപ്തിയും തരും. പക്ഷേ കൽപ്പവൃക്ഷത്തിന്, ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള കൽപ്പവൃക്ഷത്തിന് ചോദിച്ചത് മാത്രമേ തരാൻ പറ്റുള്ളൂ, ചോദിക്കാത്തത് തരില്ല, മോക്ഷവും തരില്ല. അത് പറയുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ചക്രപാടി, ചക്രൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രൻ, പാടി എന്ന് പറഞ്ഞാല് പൂന്തോട്ടം, ധ്രുവം എന്ന് പറഞ്ഞാല് വൃക്ഷം, വൃക്ഷം എന്ന് അർത്ഥമെടുക്കണം. അതുകൊണ്ട് പറയുന്നു, വ്യർത്ഥമായിട്ടല്ലേ ഭഗവാനെ ഗുരുവായൂരപ്പ സ്വർഗത്തിലുള്ള കൽപ്പവൃക്ഷത്തിനോട് പോയിട്ട് ഈ ആൾക്കാർ വേണ്ടതും വേണ്ടാത്തതൊക്കെ ചോദിക്കുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ ഗുരുവായൂരപ്പ? ഇല്ലല്ലോ. അങ്ങയുടെ മുന്നിൽ വന്നിട്ട് ഒന്ന് തൊഴുതാൽ മതിയല്ലോ. നീ വരാൻ പറ്റിയില്ല, ഇരിക്കുന്നവിടെ തന്നെ ഇരുന്ന് വിളിച്ചാൽ മതി, ഗുരുവായൂരപ്പൻ എല്ലാം എല്ലാം എന്ത് വേണമോ അത് മുഴുവൻ തന്ന് നമ്മളെ അനുഗ്രഹിക്കുമല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് ഉണ്ണിക്കണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത്. കൂട്ടുകാരെ, നമുക്കും ഈ ഒരു അഭ്യർത്ഥന ഭഗവാന്റെ മുന്നിൽ വയ്ക്കാലോ, ഇല്ലേ? ഇനി ഒന്നുകൂടി ഇത് വായിക്കാം. നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈഃ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം ഇതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി യർത്ഥം അർത്ഥിവ്രജോയം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം.